ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടി ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പുറമേ ഉള്ള ഒരു ഇത് ഞാൻ കളയുവാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം. നടുക്കത്തെ ഭാഗമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുക്കണം. അപ്പം നമ്മളത് കളയേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പം ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഭാഗം മതി. നമുക്കിത് നല്ലോണം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡാണ് വേണ്ടത്. അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഒരു ഇത് നോക്കിയിട്ടൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു സർക്കിൾ കിട്ടും. അതൊന്ന് വരച്ചെടുക്കണം. നമുക്കല്ലാണ്ട് നേരിട്ട് സർക്കിൾ വരച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലോണം കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടെ വേണം. ഇനി നമുക്കിത് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഫെവിക്കോൾ ഇങ്ങനെ നല്ലോണം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ കാർഡ്ബോർഡ് ഒട്ടിക്കാം. നിങ്ങൾക്ക് ഫെവിക്കോളിന് പകരം ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിതിങ്ങനെ നല്ലോണം കയറ്റിയാട്ടോ ഒട്ടിക്കുന്നത്. അപ്പം നല്ലതായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഒരു ബലത്തിന് വേണമെങ്കിൽ നിങ്ങൾ സെലോ ടേപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ബലത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറമേ കൂടെ ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ടൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചും ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സൈഡും ഇതുപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ രണ്ട് സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവിടെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് കളർ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം. കളർ പേപ്പറിന് പകരം നിങ്ങൾക്കിവിടെ പെയിൻറ്റ് അടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഗ്ലിറ്റർ പേപ്പർ ഒട്ടിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വയലറ്റാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ ഒരു സ്ക്വയർ പേപ്പറാണ് ഒട്ടിച്ച് കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സർക്കിളിലാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ഗ്ലിറ്റർ ടേപ്പാണ് വേണ്ടത്. ഇതുപോലത്തെ ഒരു ടേപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു സൈഡായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. കണ്ടോ, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഈ ഒരു ഭാഗത്ത് നമുക്ക് കളർ പേപ്പർ ആണെങ്കിലും ഗ്ലിറ്റർ പേപ്പറോ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഗോൾഡൻ കളറിലുള്ളൊരു ഗ്ലിറ്റർ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാനിനി ഇത് രണ്ട് സൈഡിലും ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് രണ്ട് സൈഡിലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്കെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കർ എടുത്തിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് കട്ടറോ അല്ലെങ്കിൽ സിസേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു കാർഡ്ബോർഡ് പീസാണ് വേണ്ടത്. കുറച്ച് ഇത്രയും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് വേണ്ടത്. എന്നിട്ട് ഞാനിപ്പോൾ അതിനകത്തോട്ട് വയലറ്റ് കളർ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ ഒട്ടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പെയിൻറ്റ് അടിച്ചാലും മതി. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഫെവിക്കോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്കിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഫെവിക്കോളിനെക്കാട്ടും നല്ലത് ഗ്ലൂ ഗണ്ണാണ്. കാരണം ഞാനിപ്പം ഫെവിക്കോൾ വെച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും അധികം ഒട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഗ്ലൂ ഗൺ കൂടെ വെച്ചപ്പോഴേക്കും നല്ലോണം ഒട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവി ബോണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ സ്റ്റോൺ സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതൊക്കെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ വരുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് തന്നെ ആ ഒരു ടേപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നാല് സൈഡിലും അറ്റത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. നിങ്ങൾ നേരത്തെ എന്താണോ യൂസ് ചെയ്തത് അതിവിടെ യൂസ് ചെയ്താൽ മതി. അപ്പോഴായിരിക്കും നല്ല ഭംഗി കാണാനായിട്ട്. ഞാൻ നേരത്തെ ആ ഗോൾഡൻ ടേപ്പാണല്ലോ അതിൻ്റെ ചുറ്റും ഒട്ടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അത് തന്നെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് കുറേ ഗുണങ്ങളാണുള്ളത്. ഒന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലത്തെ പെൻ സ്റ്റാൻഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഏറ്റവും മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ ഇട്ട് വയ്ക്കാവുന്നതാണ്. ഇതിപ്പം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറേ ഷെല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് ഭംഗി തോന്നിയത് ഇങ്ങനെ വെക്കുമ്പോഴായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഇതിന് പകരം ഒറിജിനൽ പ്ലാന്റും യൂസ് ചെയ്യാവുന്നതാണ്. ഒറിജിനൽ പ്ലാന്റ് ആണെങ്കിലും ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിലും നല്ലതായിരിക്കും കാണാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് പെൻ സ്റ്റാൻഡ് പോലെയും യൂസ് ചെയ്യാവുന്നതാണ്.
ഇത് നമുക്ക് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ട്സും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.